ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പം നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെൽ ബട്ടൺ ഒന്നും അമർത്താൻ മറക്കണ്ട. വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്തത്, ചെറിയ ഉള്ളി 3 എണ്ണം ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക് 2 എണ്ണം ചെറുതായിട്ട് മുറിച്ചത്, തേങ്ങ കുറച്ച് ചിരകിയത്. ഇപ്പോൾ നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് കടല കുതിർത്തതാണ് എടുത്തത്. അത് കഴുകി വൃത്തിയാക്കി ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടല വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം വേണ്ട, കടല വേവാനുള്ള വെള്ളം മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടപ്പ് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കടല വെന്തിട്ടുണ്ട്. ഇത്രേ വേഗാവൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇത്രേ ആകാവൂ. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക്, അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലപോലെ വഴറ്റണം. വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കുക. അതിനകത്ത് ശകലം വെള്ളമുണ്ട്, അതുകൂടി ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളക്കടല ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. ഇത് പോഷകസമൃദ്ധമായ ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.